നമ്മൾ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ എപ്പോഴും വരുന്ന ഒരു ഡിസ്കഷനാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പരസ്പരം നടത്തുന്ന ഒരു പോരിൽ ഒന്നാണ് യൂറോ കപ്പാണ് വലുത് അല്ലെങ്കിൽ കോപ്പ അമേരിക്കയാണ് വലുത് എന്നുള്ള കാര്യം അല്ലേ. യൂറോപ്യൻ ടീമിൻ്റെ ഫാൻസ് പറയും, ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതേപോലെ എംബാപ്പെ, ജർമ്മനി, സ്പെയിനിൻ്റെ ഒക്കെ ഫാൻസ്, ഈ ടീമിൻ്റെ ഒക്കെ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും പറയും യൂറോ കപ്പാണ് ഏറ്റവും മികച്ച ടൂർണമെൻറ്റ്, അതായത് കോപ്പ അമേരിക്കനെക്കാട്ടിലും മികച്ച ടൂർണമെൻറ്റ് യൂറോ കപ്പാണെന്ന് അഭിപ്രായപ്പെടും യൂറോപ്യൻ ടീമിൻ്റെ ഫാൻസ് കേട്ടോ. ജർമ്മനി, സ്പെയിന്, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാൻസൊക്കെ. ശരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ടൂർണമെൻറ്റ് ഏതാണ്? ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ കപ്പ് തന്നെയാണ് ഏറ്റവും മികച്ച ടൂർണമെൻറ്റ് എന്ന് നമുക്ക് പറയാം. കാരണം ഏതൊരു ഫുട്ബോൾ കാണുന്ന ഒരാൾക്കും ഏതൊരു ഫുട്ബോളിനെ കുറിച്ച് എന്താ പറയുക ഐഡിയ ഉള്ള ഒരാൾക്കും പറയാൻ കഴിയണത് അതിനേക്കാരം യൂറോ കപ്പാണ് ഏറ്റവും മികച്ച ടൂർണമെൻറ്റ് എന്നുള്ളത്. കാരണം ഏറ്റവും മികച്ച ടീമുകൾ ഒരുപാട് മത്സരിക്കുന്ന ടൂർണമെൻ്റ് അതാണ്. ജർമ്മനി, സ്പെയിന്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്, അങ്ങനെ ഏറ്റവും വലിയ ടൂർണമെൻറ്റ്, അതായത് വേൾഡ് കപ്പ് പോലുള്ള വേദികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണ ഒരുപാട് ടീമുകൾ ഒരുമിച്ച് വരുന്ന ടൂർണമെൻറ്റാണ് യൂറോ കപ്പ്. മത്സരങ്ങളും കാര്യമായിട്ട് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങളൊക്കെ കാണുമല്ലോ, അതിൽ ആ മത്സരങ്ങൾ കാണുമ്പോൾ കിട്ടുന്നൊരു ആവേശം ഉണ്ടല്ലോ, അതായത് കട്ടകയറില്ല ഏത് ടീമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പീഡ് ഗെയിം, ആ ഒരു ഗെയിമിൻ്റെ ഒരു ശൈലി നമുക്ക് യൂറോ കപ്പിലെ ടീമുകൾ പരസ്പരം മത്സരിക്കുമ്പോൾ കാണാൻ കഴിയും. പക്ഷേ ലാറ്റിൻ അമേരിക്കയിലത്തെ മത്സരങ്ങൾ ബ്രസീൽ, അർജൻറ്റീന പോലുള്ള ടീമുകൾ മത്സരിക്കുന്ന കോപ്പ അമേരിക്കയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മത്സരം കുറച്ച് സ്ലോ ഗെയിമാണ്, അവിടുത്തെ ശൈലി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഏറെക്കുറെ അങ്ങനെ ഒരു കാണാൻ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെ ബോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു കളി, പ്രത്യേകിച്ച് ബ്രസീലാണെന്നുണ്ടെങ്കിലും അർജൻറ്റീന ആണെന്നുണ്ടെങ്കിലും വേറെ ഏതൊരു ടീമിനോട് മത്സരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പനാമ, ഇക്വഡോർ പോലുള്ള ടീമുകളോടൊക്കെ മത്സരിക്കുമ്പോൾ ഓരെക്കാട്ടിലൊക്കെ ഒരുപാട് മുൻപന്തിയിലുള്ള ടീമാണ് ഈ ബ്രസീൽ, അർജൻറ്റീന എന്നൊക്കെ. അപ്പോൾ അവരോട് കളിക്കുമ്പോൾ കൂടുതൽ ബോൾ പൊസിഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ബോൾ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാസിങ് ഗെയിം ആക്കണം. അപ്പോൾ ആളുകൾക്ക് തന്നെ കാണാനൊരു ഇൻട്രസ്റ്റ് കമ്മിയാവും. പക്ഷേ ബ്രസീൽ, അർജൻറ്റീന ഒക്കെ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കളി ഒന്നുകൂടി സ്പീഡാവും, കളിൻ്റെ ആവേശം കൂടുകയും ചെയ്യും. പിന്നെ ബ്രസീൽ, അർജൻറ്റീന കളി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവേശം പിന്നെ ഒരു ടൂർണമെൻറ്റിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഉള്ള ഒരു ആവേശമായിരിക്കണം ബ്രസീൽ, അർജൻറ്റീന തമ്മിൽ വരികയാണ്. കാരണം കേരളത്തിലെ ഫാൻസ് പവർ രണ്ട് ടീമിൻ്റെ. ഇപ്പോൾ പറഞ്ഞു വന്നത് ലാറ്റിൻ അമേരിക്കത്തെ ശൈലിയും അതുപോലെ യൂറോപ്യൻ ടീമുകളുടെ ശൈലിയും രണ്ടാണ്. പക്ഷേ പ്രധാനപ്പെട്ട മത്സരങ്ങളും ടൂർണമെൻറ്റൊക്കെ നമുക്ക് യൂറോപ്യൻ ടീമുകളെ അല്ലെങ്കിൽ യൂറോ കപ്പിന് തന്നെ കൊടുത്തു കഴിഞ്ഞാലും ഈ ബ്രസീൽ ഓപ്പോസിറ്റ് ഒരു യൂറോപ്യൻ ടീം, അർജൻറ്റീന അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഒരു യൂറോപ്യൻ ടീം തമ്മിൽ മത്സരിക്കുകയാണെങ്കിലുള്ള അവസ്ഥ, അതുപോലെ തന്നെ വേൾഡ് കപ്പ് പോലുള്ള വേദികളിൽ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ കോൺഫെഡറേഷൻ കപ്പുകളൊക്കെ നടന്നിരുന്നു. അതിപ്പോൾ എല്ലാ അതിന് പകരം വേറെ ഏതൊരു ഗെയിമാണ് ടൂർണമെൻറ്റായിട്ട് നടന്നിരുന്നു. ബ്രസീൽ ഹാട്രിക്ക് കിരീടമൊക്കെ നേടി അങ്ങനെയുള്ള ഒരു ടൂർണമെൻറ്റ്. അപ്പോൾ അതുപോലുള്ള ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് പോലുള്ള വേദികളിലൊക്കെ യൂറോപ്യൻ ടീമും ലാറ്റിൻ അമേരിക്കൻ ടീമൊക്കെ മിക്സായി വരുമ്പോൾ അവിടെ ഈ രണ്ടൊരു വൻകരകളിലുള്ള ടീമുകളും തമ്മിൽ കളിക്കുമ്പോൾ ഉള്ളൊരു പെർഫോമൻസ്, അവിടെയാണ് ഇതിനൊരു പ്രസക്തി കാണുന്നത്. ബ്രസീൽ ഇപ്പോൾ ഒരു യൂറോപ്പിലെ മെയിൻ ടീമിനോട്ട് കളിക്കുകയാണെങ്കിൽ അവസ്ഥ, ഇതേമാതിരി അർജൻറ്റീന കളിക്കുകയാണെങ്കിൽ ഈ അവസ്ഥ എന്താണെന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പറയും ലാറ്റിൻ അമേരിക്കയിൽ ചെറിയ ടീമുകളാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ബ്രസീലും അർജൻറ്റീനയൊക്കെ എപ്പോഴും ജയിക്കുന്നത്, അങ്ങനെയുള്ള അഭിപ്രായക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ളൊരു മറുപടി ഈ ഒരു മറുപടി മാത്രമേ ഉള്ളൂ. നേരിട്ട് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കത്തെ ബ്രസീൽ, അർജൻറ്റീന, യുറുഗ്വേ പോലുള്ള ടീമുകളും ചിലി പോലുള്ള ടീമുകളും അതേമാതിരി യൂറോപ്പിൽ പറഞ്ഞ സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ, ജർമ്മനി, ഇംഗ്ലണ്ട് പോലുള്ള ടീമുകളും ഫ്രാൻസ് പോലുള്ള ടീമുകളൊക്കെ നേരിട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ടൂർണമെൻറ്റുകളിൽ എന്താണ് അതിൻ്റെ റിസൾട്ട്, അതിനാണ് ഇവിടെ പ്രസക്തി അല്ലേ. ടൂർണമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ കപ്പ് തന്നെയാണ് കണ്ണും ചിമ്പി നമുക്ക് പറയാം ഏറ്റവും മികച്ച ടൂർണമെൻറ്റ്. പക്ഷേ യൂറോപ്യൻ ടീമിൻ്റെ ഫാൻസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു ബാക്കിൽ ഈ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ലാറ്റിൻ അമേരിക്കത്തെ ടീമുകളോട് മത്സരിക്കുമ്പോൾ യൂറോപ്യൻ ടീമുകളുടെ അവസ്ഥ എന്താണ്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യനോട്ട് ബ്രസീൽ പെനാൽറ്റിയിൽ തോറ്റു. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജൻറ്റീന ഫ്രാൻസിനെ തോൽപ്പിച്ച് കപ്പെടുത്തു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതലെടുത്ത ടീം ബ്രസീലാണ്. അതേമാതിരി കോൺഫെഡറേഷൻ കപ്പ്, ഈ വേൾഡ് കപ്പ് കോൺഫെഡറേഷൻ കപ്പൊക്കെയാണ് രണ്ട് വൻകരയിലെ ടീമുകൾ മിക്സായിട്ട് കളിക്കുന്ന ടൂർണമെൻറ്റ്. ഈ രണ്ട് ടൂർണമെൻറ്റും ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത് ലാറ്റിൻ അമേരിക്കത്തെ ബ്രസീലാണ്, യൂറോപ്യൻ ടീമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നേരിട്ട് കളിക്കുമ്പോൾ ഉള്ള അവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലും അർജൻറ്റീനയൊക്കെ എത്രയോ മുന്നിലാണ്.
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേട്ടോ. അല്ലാതെ മറ്റേ യൂറോപ്യൻ ടീം ചെറുതാണ് എന്നല്ല പറയുന്നത്. അവിടെ ഉണ്ട് ജർമ്മനിയൊക്കെ ഉണ്ട്, 4 ലോകകപ്പ് നേടിയ ജർമ്മനി ഉണ്ട്. അതേമാതിരി എന്താ പറയുക, സ്പെയിനുണ്ട് ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പ് നേടിയ. അതേമാതിരി ഫ്രാൻസ് ഉണ്ട്. ഒക്കെ മികച്ച ടീമുകൾ തന്നെയാണ്. പക്ഷേ ഈ നേരിട്ടുള്ള കണക്കും അതുപോലെ 2 ടീമും പാടെ ഒരുമിച്ച് വരുന്ന ടൂർണമെൻറ്റിലെ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ലാറ്റിൻ അമേരിക്കൻ ടീമിൻ്റെ പ്രസക്തി കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് ബ്രസീൽ പോലുള്ള ടീമിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ താരതമ്യേന എന്താ പറയുക, ലാറ്റിൻ അമേരിക്കയിൽ കോപ്പ അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ടീം ബ്രസീൽ, അർജൻറ്റീന, ബ്രസീൽ, അർജൻറ്റീന, ചിലി, ഉറുഗ്വൈ, പരാഗ്വൈ, അങ്ങനെയുള്ള കൊളംബിയ പോലുള്ള ടീമുകളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. എക്വഡോർ. ഇവിടെ യൂറോപ്പിലേക്ക് വരുമ്പോൾ ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഒരുപാട് ഫാൻസുള്ള ടീമാണ്, ഫാൻസ് പവറുള്ള ടീമാണ്. സ്പെയിനിനെ പോലുള്ള ഒരുപാട്, പോർച്ചുഗലിനെ പോലെ ഒരുപാട് ഫാൻസ് പവറുള്ള ടീമാണ് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ലാറ്റിൻ അമേരിക്കൻ ടീമിൻ്റെ ഈ ചെറിയ കുഞ്ഞൻ ടീമുകളോട്ടാണ് ബ്രസീൽ, അർജൻറ്റീന പോലുള്ള ടീമുകൾ സ്ഥിരമായിട്ട് മത്സരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ യൂറോപ്പ് കപ്പിൽ ഇത്രയും മികച്ച മത്സരങ്ങൾ നടക്കുമ്പോൾ അതേ ടൈമിൽ തന്നെ കോപ്പ അമേരിക്ക നടക്കുകയാണ്. കോപ്പ അമേരിക്കയിൽ ചെറിയ ടീമുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് സ്വയം തോന്നും. കാരണം യൂറോപ്പിൽ നല്ല മത്സരങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ ആ ഒരു കാര്യം സമ്മതിച്ചാലും ഇങ്ങനെയുള്ള രണ്ട് വൻകരയിലുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന ടൂർണമെൻറ്റുകളിലൊക്കെ ആധിപത്യം ബ്രസീൽ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിനെ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജൻറ്റീന കപ്പെടുത്ത്, അതേമാതിരി നേരെ ഓപ്പോസിറ്റും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ ഇപ്പോൾ ഏതാ കളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ ഏതൊരു ടൂർണമെൻറ്റിൽ അർജൻറ്റീന ഫ്രാൻസും തോൽപ്പിച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ടൂർണമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ, മിക്സായിട്ടുള്ള ടൂർണമെൻറ്റിലെ സ്റ്റാറ്റസൊക്കെ എടുക്കുമ്പോൾ ബ്രസീൽ പോലുള്ള ടീമുകൾ, ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഒരുപാട് മുൻപന്തിയിലാണ്. പക്ഷേ യൂറോ കപ്പ്, കോപ്പ അമേരിക്ക തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷന്, അതിൻ്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും ചിമ്പി ആരും പറയുക ഈ ഒരു യൂറോ കപ്പ് തന്നെയാണ് ഏറ്റവും മികച്ച, അവിടെയാണ് ഏറ്റവും മികച്ച ടീമുള്ളതെന്ന് തന്നെയാണ്. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്.